ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി കൊച്ചി സോണൽ ഓഫീസാണ് അന്വേഷണം നടത്തുന്നത്. വീണയോടും ബാക്കി 9 പേരോടും ഹാജരാവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എറണാകുളത്തെ ഇ ഡി ഓഫീസിൽ തന്നെയാണ്. നേരത്തെ നടത്തിയ റെയ്ഡുകളുടെയും ആ റെയ്ഡുകൾക്ക് ശേഷം പിടിച്ചെടുത്ത ഈ രേഖകളുടെയും ഒക്കെ വിവരങ്ങൾ മുൻനിർത്തി അടുത്ത ഘട്ടം, സാധാരണ രീതിയിലുള്ള ഒരു ഇ ഡി അന്വേഷണത്തിലുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിൽ അക്യൂസ്ഡായ അല്ലെങ്കിൽ ഉൾപ്പെട്ട് സംശയിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്ത് അവരെ വിളിച്ചു വരുത്തുക എന്നതാണ്. അപ്പോൾ നിലവിൽ ഇതിൽ സംശയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വീണ തൈക്കണ്ടി തന്നെയാണ്. അങ്ങനെയാണ് വീണയെ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി ഇപ്പോഴും പറയുന്നത് പ്രധാനപ്പെട്ട ആരോപണങ്ങളും കണ്ടെത്തലുകളും അത് ഇങ്ങനെയാണ്. ഒന്ന്, അർഹതയില്ലാത്ത പണമാണ് വീണ തൈക്കണ്ടിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ എക്സാലോജി സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് അങ്ങനെ ഒരു പണം വന്നിരിക്കുന്നത് അത് നിയമവിരുദ്ധമാണ്. അല്ലെങ്കിൽ ആ പണത്തിന്റെ സ്രോതസ്, ആ പണം വന്ന വഴി എന്ന് പറയുന്നത് അത് കണ്ടെത്തേണ്ടതുണ്ട്. ആ അർഹതയില്ലാത്ത പണം കയ്യിലെത്തുക എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യമാണ് എന്നതാണ് പറയുന്നത്. 2.78 കോടി രൂപയോളം കൈപ്പറ്റി എന്നാണ് ഇ ഡിയുടെ പ്രാഥമികമായ കണ്ടെത്തലുള്ളത്, നിലവിൽ ലഭിച്ച വിവരങ്ങൾ അടക്കം വെച്ച്. അതിനൊപ്പമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നത് ഇ ഡിയുടെ PMLA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ഒഫൻസിൽ വരുന്നതാണ്. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം അതിന്റെ ഭാഗമായിട്ട് നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് തന്നെ അതും അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇ ഡി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്.